തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായ ആളുകളുടെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും കൈത്താങ്ങായി നിന്ന ടീം വെൽഫെയർ സന്നദ്ധ പ്രവർത്തകരെ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിച്ചു. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് പറഞ്ഞു, ഇത് മണ്ണിനെയും മനുഷ്യരെയും സംരക്ഷിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാട് ഗവൺമെന്റ് പ്രത്യേകിച്ചും ഹില്ലി ഏരിയയിൽ ഉൾക്കൊള്ളുന്ന വയനാട് ജില്ലകൾക്ക് വേണ്ടി ഉണ്ടാക്കണം എന്ന് വളരെ കൃത്യമായ പ്ലാൻ അവർ മുമ്പോട്ട് വെച്ചിരുന്നു. വെൽഫെയർ പാർട്ടി ആയതുകൊണ്ട് ധൈര്യസമേതം അവരിത് പറഞ്ഞു. ഞങ്ങളെ കേൾക്കാൻ, നിങ്ങളല്ലാതെ ഈ വർത്തമാനം കേൾക്കാൻ മറ്റാരും വരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളോട് അവർ സംസാരിച്ചത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് അത്തരമൊരു ലൈനിൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളോട് അത്രമേൽ അവർ സംസാരിച്ചത്. ഇപ്പോൾ തന്നെ വിവാദമായ പല പദ്ധതിയുമുണ്ട്. കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപ്പാത 2500 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതങ്ങെത്തുക ഈ മേപ്പാടിയിൽ ദുരന്തം നടന്ന ആ പ്രദേശത്തിന് സമീപമാണ്. വെൽഫെയർ പാർട്ടി കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്, ഈ തുരങ്കപ്പാതയെ കുറിച്ച് പുനരാലോചനയ്ക്ക് തയ്യാറാകണം, അത് സമ്പൂർണമായി പിൻവലിക്കണമെന്ന് ഗവൺമെന്റിനോട് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കാരണം അത് ആ നാടിന്റെ പരിസ്ഥിതിയെ പരിഗണിക്കാത്ത ഒരു വികസന പദ്ധതിയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് വയനാട്ടിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്ന്. നമുക്കതിൽ നിലപാടുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര പടിഞ്ഞാറത്തറ ചുരമില്ല പാതയുണ്ട്. അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ തീരുന്ന യാത്രാ പ്രശ്നമാണുള്ളത്. അത് പരിഹരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുകയും അപകടകരമാകുന്ന അവസ്ഥയിൽ പ്രകൃതിയെ തന്നെ പ്രയാസപ്പെടുത്തുന്ന, മണ്ണിനെ പ്രതിസന്ധിയിലാക്കുന്ന വികസന പ്രവർത്തനത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് ക്യാപ്റ്റൻ രജിത മഞ്ചേരി, ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന, ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ, ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ നൌഷ ചുള്ളിയൻ, ബിന്ദു പരമേശ്വരൻ, ആരിഫ് ചുണ്ടയിൽ, ജംഷീൽ അബൂബക്കർ, റജീന വളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകരുടെ പ്രതിനിധികളായി ഹസീന വഹാബ, ജസീൽ മങ്കട, അബ്ദുറഹ്മാൻ ചെമ്പ്ര, നിഹ ഷെറിൻ, നസീറ കടന്നമണ്ണ, ഷിഫ പൊന്നാനി എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ദുരന്ത മേഖലകളിൽ നേരിട്ട വെല്ലുവിളികളും കൂട്ടായ്മയുടെ കരുത്തിലൂടെ കടന്നുപോയ അവിസ്മരണീയ മുഹൂർത്തങ്ങളും അവർ വിശദീകരിച്ചു. വയനാട് ദുരന്ത മേഖലയിലും ചാലിയാറിലെ ബോഡി കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സജീവമായി ടീം രംഗത്തുണ്ടായിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ബോഡി പരിചരണത്തിലും മമ്പാട് ഓടായിക്കൽ ഭാഗങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തോടൊപ്പം ബോട്ട് ഇറക്കി തിരച്ചിലിലും ടീം വെൽഫെയർ ജില്ലയിൽ രംഗത്തുണ്ടായിരുന്നു. വയനാട് മേപ്പാടിക്ക് പുറമെ പോത്തുകല്ലിലും നിലമ്പൂരിലും സർവീസ് സെന്ററുകൾ ആരംഭിച്ചും ആംബുലൻസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തിയുമാണ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.